കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട കേരളത്തിൽ നിന്നുള്ള എംപിമാർ NK പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘമാണ് അമിത്ഷായെ കണ്ടത്. വിനീത VG വിശദാംശങ്ങളുമായി. വിനീത, ഇപ്പോൾ ഈ സംഘത്തിൽ ഉണ്ടായിരുന്ന NK പ്രേമചന്ദ്രൻ MP വിനീതയ്ക്കൊപ്പമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ഈ ഘട്ടത്തിൽ എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും ഉറപ്പ് നൽകാൻ കേന്ദ്രം തയ്യാറായിട്ടുണ്ടോ? എന്താണ് ആഭ്യന്തരമന്ത്രി അറിയിച്ചത്? വിനീത. തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ നിലവിലെ സാഹചര്യത്തിൽ നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച തന്നെയാണ് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നത്. ലോക്സഭയ്ക്ക് പുറത്തുവെച്ചാണ് NK പ്രേമചന്ദ്രൻ MPയുടെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയത്. അനുജ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ NK പ്രേമചന്ദ്രൻ MP അദ്ദേഹം തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. എന്തായിരുന്നു സാർ ഒരു കൂടിക്കാഴ്ച? എങ്ങനെയായിരുന്നു? നമുക്ക് ഒരു ആശ്വാസകരം തന്നെയാണോ ആയിരുന്നു ആ ഒരു കൂടിക്കാഴ്ച? ഞങ്ങളോട് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി വളരെ പോസിറ്റീവായിട്ടാണ് ആ കാര്യത്തെ സംബന്ധിച്ച് പ്രതികരിച്ചത്. കേസുമായി ബന്ധപ്പെട്ട മെറിറ്റിൽ ഞങ്ങളുടെ അഭിപ്രായത്തോട് അദ്ദേഹം യോജിച്ചില്ലെങ്കിൽ പോലും അഭിവന്ദരായ 2 സിസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെത്രയും പെട്ടെന്ന് ജയിൽ വിമോചിതമാകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധമായ സഹായവും നടപടിക്രമങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകും. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ജാമ്യം നിഷേധിച്ചതിന് ശേഷവും അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു. സാങ്കേതികമായ എന്തോ കാരണങ്ങളുടെ പേരിലാണ് ജാമ്യം നിഷേധിക്കപ്പെട്ടത്. തീർച്ചയായും അതിന്മേൽ കൊടുക്കുന്ന ഹർജി ജാമ്യം ലഭ്യമാക്കുന്നതിന് അനുരോധമായ നിലപാട് സംസ്ഥാന ഗവൺമെൻറ്, പോലീസ് വകുപ്പ്, പ്രോസിക്യൂഷൻ സ്വീകരിക്കും. അതിനുള്ള എല്ലാ സംവിധാനവും ചെയ്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളടക്കം നൽകിയിട്ടുണ്ട് എന്നാണ് രണ്ടാമതും ടെലിഫോണിൽ എന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. മാത്രവുമല്ല, ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്രമായി ഒരു ഹർജി അല്ലെങ്കിൽ ഒരു നിവേദനം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് UDFൻ്റെ പാർലമെൻറ്റ് അംഗങ്ങൾ എല്ലാവരും കൂടി ഒപ്പിട്ട് ഒരു നിവേദനം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് നൽകിയിരുന്നു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ ഈ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ഞങ്ങളെ പാർലമെൻറ്റ് അംഗങ്ങളെ ഇന്ന് അദ്ദേഹത്തിൻ്റെ ചേംബറിൽ വിളിച്ചിട്ടുണ്ട്. ഇന്ന് കുറേ കൂടി വിശദമായി ഈ കാര്യം ചർച്ച ചെയ്യാൻ കഴിയും. പക്ഷേ അതിന് മുമ്പായി തന്നെ ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും, അനുഭാവപൂർവമായ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊപ്പം തന്നെ നമ്മുടെ ഒരു ആശങ്കയൊക്കെ അദ്ദേഹത്തോട് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നു ഇന്നലെ നടന്ന ഒരു കൂടിക്കാഴ്ച. തീർച്ചയായിട്ടും ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട്, കാരണം അതിന് തലേ ദിവസം ഞങ്ങൾ 4 പാർലമെൻറ്റ് അംഗങ്ങൾ, ഒരു നിയമസഭാംഗം ഉൾപ്പെടെയുള്ള AICCയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘം അവിടെ സന്ദർശിക്കുകയും ജയിലിൽ 2 കന്യാസ്ത്രീ സഹോദരിമാരുമായി ആശയവിനിമയം നടത്തി. സംസ്ഥാന മുഖ്യമന്ത്രിയുമായി വിശദമായി ചർച്ച ചെയ്തു. അവിടുത്തെ ബിഷപ്പ് അടക്കമുള്ള ബന്ധപ്പെട്ട എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടും ഞങ്ങൾ വളരെ വിശദമായി ഒരു ദിവസം, പൂർണ്ണ ദിവസം ഇവരെല്ലാവരുമായിട്ടും ഇൻറ്ററാക്ട് ചെയ്തു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, അകാരണമായിട്ടുള്ള അറസ്റ്റും ജയിൽവാസവുമാണ് ഈ കന്യാസ്ത്രീ സഹോദരിമാർ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒരു വിഷയമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടുള്ള ഏറ്റവും വലിയ പീഡനം ഇപ്പോൾ അവർ അനുഭവിക്കുന്നത് മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞ ഒരു ഹീനിയസ് ആയിട്ടുള്ള ക്രൈമാണ്. കാരണം നിയമവിരുദ്ധമായി ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയി നിയമവിരുദ്ധമായ പല കാര്യങ്ങൾക്കും അവരെ പ്രയോജനപ്പെടുത്തുന്നു, ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് അല്ലെങ്കിൽ ഈ മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പ്രാകൃതമായിട്ടുള്ള ഒരു കുറ്റകൃത്യം കന്യാസ്ത്രീ സഹോദരിമാർ അല്ലെങ്കിൽ സന്യാസിനിമാരായിട്ടുള്ള അവർ ചെയ്തു എന്ന് പറയുമ്പോൾ അതിലൂടെ അവർക്കുണ്ടാകുന്ന മാനസിക വ്യഥ, അതുപോലെ ആ തിരുവസ്ത്രത്തോടുകൂടി ജയിലിൽ കഴിയേണ്ടി വരിക എന്ന് പറയുന്നത് വൈകാരികമായി, വിശ്വാസപരമായി അവരെ ഏറ്റവും കൂടുതൽ മാനസികമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെയാണ് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പിന്നും മനസ്സിലാക്കാം. പക്ഷെ മനുഷ്യക്കടത്ത് പോലെയുള്ള ഇത്രയും ഗുരുതരമായ പ്രാകൃതമായ കുറ്റകൃത്യം 2 സിസ്റ്റേഴ്സിൻ്റെ പേരിൽ FIR എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത അനുഭവമാണ്. അതിൻ്റെ ഒരു ആശങ്ക കൂടി നമ്മൾ ഇന്നലെ കണ്ട കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തോട് അറിയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലായത്. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് സമാന സ്വഭാവത്തിലുള്ള നിരവധി സംഭവങ്ങൾ ആ മേഖലയിൽ നടക്കുന്നു. ബസ്തർ പോലെയുള്ള ആദിവാസികൾ കൂടുതൽ താമസിക്കുന്ന പ്രദേശങ്ങളിൽ അവരെ ഈ തരത്തിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി കൊണ്ടുപോയി പലതരത്തിലുള്ള തട്ടിപ്പുകൾക്കും വിധേയമാക്കുന്നു എന്നുള്ള നിലയിലാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പക്ഷേ സിസ്റ്റേഴ്സിൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു നെഗറ്റീവായിട്ടുള്ള അപ്രോച്ച് ആയിരുന്നില്ല, ആറ്റിറ്റ്യൂഡ് ആയിരുന്നില്ല അദ്ദേഹം സ്വീകരിച്ചത്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിന് ശേഷമാണ് പിന്നെയും ജാമ്യം നിഷേധിക്കപ്പെട്ടത്, സാങ്കേതിക കാരണങ്ങളുടെ പേരിലാണെങ്കിലും. ഏതായാലും എനിക്ക് തോന്നുന്നു ഈ ജാമ്യം നിഷേധിക്കപ്പെട്ടതിന് ശേഷം താങ്കൾ അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് തോന്നുന്നു.
ജാമ്യം നിഷേധിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. കാരണം ഇങ്ങനെ ഇന്ന് സാങ്കേതികമായ ചില കാരണങ്ങളുടെ പേരിലാണ് നടക്കാതെ പോയത്. തീർച്ചയായും അത് റെക്ടിഫൈ ചെയ്യാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത് എന്നുള്ള നിലയിൽ വീണ്ടും അദ്ദേഹം വിളിച്ച് അഷ്വറൻസ് നൽകിയിട്ടുണ്ട്. തുടർ നടപടികൾ എന്താണ് എന്നുള്ളത് ഇന്ന് ജാമ്യാപേക്ഷ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവിടെ വലിയ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ഇതിനെതിരായിട്ടുണ്ട്. കാരണം ഇന്നലെ ജാമ്യം സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ NIA കോടതിയിലേക്ക് മാറ്റിയപ്പോൾ തന്നെ ബജ്രംഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അവിടെ ആഹ്ലാദ പ്രകടനം നടത്തി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ രാജ്യത്ത് കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു അനുഭവമാണ്. ഒരാൾക്ക്, അതും കന്യാസ്ത്രീ സഹോദരിമാർക്ക് ജാമ്യം നിഷേധിക്കുമ്പോൾ ആ ജാമ്യം നിഷേധിച്ച നടപടിയിൽ ആഹ്ലാദിച്ചുകൊണ്ട് കോടതിക്ക് മുമ്പിൽ പ്രകടനം നടത്തുക എന്ന് പറഞ്ഞാൽ കോടതിയെയും ഗവൺമെൻറ്റിനെയും ഒക്കെ സമ്മർദ്ദത്തിലാക്കുക. എത്രമാത്രം തീവ്രമായ വർഗീയ വികാരത്തോടു കൂടിയാണ്, മതവികാരത്തോടു കൂടിയാണ് ഈ പ്രശ്നത്തെ അവർ സമീപിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ജാമ്യം നിഷേധിക്കപ്പെടുമ്പോൾ സാധാരണ ഒരിക്കലും ഉണ്ടാകുന്നൊരു സംഭവമല്ല, അനുഭവമല്ല. ഒരു ജാമ്യം നിഷേധിക്കുമ്പോൾ അതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രകടനം നടത്തുക എന്ന് പറയുന്ന ഇന്നലെ വരെ നമുക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത അനുഭവമാണ്. അപ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിൽ ആ ഒരു രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്. കേസെടുത്തത് ആ രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെയും താല്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്, അല്ലാതെ നീതിയുക്തമായിട്ടുള്ള കേസല്ല, യുക്തിസഹമായിട്ടുള്ള കാരണങ്ങളുടെ പേരിലുള്ള കേസല്ല എന്നുള്ളത് സ്ഥിരീകരിക്കുന്നതാണ് ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ഇന്നലത്തെ കോടതിക്ക് മുമ്പിലുള്ള ആഹ്ലാദ പ്രകടനം. ഇക്കാര്യത്തിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ സംസ്ഥാനത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ അദ്ദേഹം തേടിയതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അടുത്തൊരു നടപടിയിലേക്ക് പോകുന്നതായിട്ടോ എന്തെങ്കിലും ഉറപ്പ് കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും അവർ സംസ്ഥാന ഗവൺമെൻറ്റുമായി സംസാരിക്കുമല്ലോ. ഇപ്പോൾ കേന്ദ്രമന്ത്രി, ആഭ്യന്തരമന്ത്രി പറയുമ്പോൾ അവർക്ക് മുഴുവൻ വിഷയങ്ങളും സംസ്ഥാന ഗവൺമെൻറ് ഇത്രയും വലിയ ഒരു സെൻസിറ്റീവായിട്ടുള്ള വിഷയമായി ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇപ്പോൾ BJPയും അതുപോലെ തന്നെ BJPയുടെ കേരളത്തിലെ വക്താക്കൾ പറയുന്നത് ദേശീയ പ്രശ്നമായി ഉയർന്നു വന്നതുകൊണ്ടാണ് വിഷയം വഷളായത് എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. ഇത്തരത്തിലൊരു ഇടപെടൽ കൂടി ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ കേരളത്തിൽ നിന്നുള്ള MPമാരുടെ UDF MPമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നതാണ് NK പ്രേമചന്ദ്രൻ ഇപ്പോൾ 24 പ്രതിനിധി വിനീത വിജിയോട് പറയുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് വീണ്ടും ഇതിൽ തുടർ ചർച്ചകൾ ഉണ്ടാകും എന്നുള്ളതാണ്. പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ കാത്തിരിപ്പ്.